സ്നേഹം നിറഞ്ഞ പൊന്നു ചേച്ചി, ഗ്രാജുവേഷൻ പൂർത്തീകരിച്ച ജസ്റ്റിൻ, കൺഗ്രാജുലേഷൻസ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ വളരെ സഹോദര നിർവിശേഷമായ ഒരു ബന്ധം ബൂസ്റ്ററിൽ എല്ലാവരുമായിട്ട് സൂക്ഷിക്കുന്ന പൊന്നു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെ ധന്യമായൊരു മുഹൂർത്തമാണ്. ചേച്ചി നേരത്തെ ഇത് പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ശരിക്കും ആ ഗ്രാജുവേഷൻ ഡേയിൽ ചേച്ചിയുടെ പല കുട്ടികളുടെയും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ തന്നെ ഈ കുട്ടികളുടെ തന്നെ ഗ്രാജുവേഷൻ, അതായത് പൊന്നു ചേച്ചിയുടെ മക്കളുടെ ഗ്രാജുവേഷൻ സമുചിതമായിട്ട് എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കുവാനുള്ള ഒരു സ്ഥിതി അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വളരെ സുദീർഘമായൊരു യാത്രയിലൂടെയാണ് ചേച്ചി ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനിവിടെ നിങ്ങളോട് പറയുന്ന അവിവേകമായിരിക്കും, കാരണം എന്നെക്കാളും കൂടുതൽ അടുത്തറിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നെ അത് ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നത് സുദീർഘമായ ആ ഒരു ജീവിതം, ചേച്ചിയുടെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ സമൂഹവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ എല്ലാ കാലത്തും വളരെ സ്നേഹസമ്പന്നമായ പെരുമാറ്റം കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും വ്യത്യസ്ത പുലർത്തിയിട്ടുള്ള ചേച്ചിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രാജുവേഷനെ കുറിച്ച് പറയുമ്പോൾ കൂടെയുള്ള കുട്ടികളാണ് സാധാരണ വന്ന് അവരെ കുറിച്ച് അധികം സംസാരിക്കാറുള്ളത്. എനിക്ക് ജസ്റ്റിന് അധികം പരിചയമില്ല. എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രീ സ്കൂൾ ലെവൽ മുതൽ തന്നെ കുട്ടികളെ അഭിനന്ദിക്കുന്ന ഒരു വലിയ പാരമ്പര്യം ഈ രാജ്യത്തുണ്ട്. നമ്മളിവിടെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയ പല കാര്യങ്ങളിലും നമ്മളെപ്പോഴും ആകർഷിച്ചുള്ള ഒരു കാര്യം അതാണ്, അഭിനന്ദിക്കുവാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കാറില്ല. അങ്ങനെ ഉണ്ടാകണം. നിർഭാഗ്യവശാൽ മലയാളികൾക്ക് വളരെ കുറച്ച് മാത്രമുള്ള ഒരു സ്വഭാവവിശേഷമാണ്. പ്രത്യേകിച്ച് ഒന്ന് ചിരിക്കുക, ഒരു പൈസ ചിലവുള്ള കാര്യമല്ല. ഒരാളിനെ കണ്ടാൽ ഒന്ന് ചിരിക്കുക എന്നുള്ള കാര്യം പോലും വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ശീലിച്ചു വന്നൊരു സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇവിടെ നമ്മളൊക്കെ ആദ്യകാലത്ത് വരുമ്പോഴൊക്കെ നമ്മുടെ മലയാളി സ്റ്റോറിലൊക്കെ പോയി മലയാളിയെ കണ്ടു കഴിഞ്ഞാൽ മലയാളം പറയുന്ന കണ്ടുകൊണ്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ പതുക്കെ മാറിപ്പോകാൻ ശ്രമിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും സഹായം ചോദിച്ചാലോ നമുക്ക് വിചാരിച്ചാകാം. എനിവേ, ഇതെല്ലാവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അടുത്ത ഒരു മൂന്നാമത്തെ ജനറേഷനിൽ എത്തി നിൽക്കുമ്പോൾ മലയാളികളുടെ ഇടയിൽ കൂടുതൽ സംഘബോധമുണ്ട്, ഭാഷാ സ്നേഹമുണ്ട്, മലയാളികളെ അംഗീകരിക്കുവാനും അവരുമായിട്ട് ബന്ധം പുലർത്തുവാനും താല്പര്യം വളർന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ 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 അഭിനന്ദനാർഹമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ പല ജനകീയ സഭകളിലും നമ്മുടെ ആളുകളെ എത്തിക്കുവാനും നമ്മുടെ മാതൃകയായിട്ട് നമ്മുടെ റോൾ മോഡലായിട്ട് അവരെയൊക്കെ അവതരിപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ജുഡീഷ്യൽ രംഗത്തായിരുന്നാലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തായിരുന്നാലും നമ്മുടെ പ്രതിനിധികളെ നമുക്ക് കാണിച്ച് ഇതാണ് നമ്മുടെ മോഡൽ, ഇതാണ് മലയാളിയുടെ സംസ്കാരം, ഇന്ത്യയുടെ പൈതൃകം എന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് പൊന്നു ചേച്ചി, അതിന് യാതൊരു സംശയമില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇവിടെ വരാൻ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയത് നല്ലതാണ്. അതോടൊപ്പം ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ ജസ്റ്റിന്റെ യാത്ര എനിക്കൊന്ന് ചേച്ചി ഈ 3 പേരെയും വളരെ നല്ല ട്രാക്കിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സമൂഹത്തിന് പ്രയോജനപ്പെടണം ആകുന്ന രീതിയിലൂടെ അവരെ മാറ്റം ഈ സമൂഹം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അക്കാഡമിക് പെർഫെക്ഷൻ മാത്രം കൊണ്ട് ഒരു നല്ല മകനോ മകളോ ആകുന്നില്ല. ഒരു നല്ല എഞ്ചിനീയറും ഒരു നല്ല ഡോക്ടറും ആകുന്നതിനേക്കാൾ ഏറെ ഒരു അമ്മ ആഗ്രഹിക്കുന്നത് ഒരു നല്ല മകനായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു യത്നം സമൂഹമാണ് ഏറ്റെടുക്കേണ്ടത്, നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ സംഘടനകളും നമ്മുടെ സംഘങ്ങളും ഒക്കെ തന്നെ കുട്ടികളിൽ അത്തരം ഒരു വാസന വളർത്തിയെടുക്കുവാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ഐക്യത്തിനും നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കും വളരെ കൂടുതൽ ശക്തി പകരും. അങ്ങനെയുള്ള ഒരു സംരംഭത്തിൽ പങ്കാളിയാകാൻ ജസ്റ്റിനും കഴിയട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.